ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്തെ മുതലപ്പുഴി. അവിടെ ആ പുഴി അടഞ്ഞതോടെ സർക്കാർ തലത്തിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് പരിഹാര മാർഗങ്ങൾക്കായി. വീടുകളിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ കുടുംബങ്ങളെ കൊല്ലത്തേക്ക് മാറ്റാനാണ് ജില്ലാ കളക്ടർമാർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മത്സ്യബന്ധനം പൂർണ്ണമായി തടസ്സപ്പെട്ടതോടെ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾ പട്ടിണിയുടെ വക്കിലാണ്. നമുക്കറിയാവുന്നതാണ്, മുതലപ്പുഴി അവർക്ക് ഇത്രയോ കാലമായി ഒന്നുകിൽ ജീവൻ നഷ്ടപ്പെടും അല്ലെങ്കിൽ പട്ടിണി കിടക്കും എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് എത്ര ദുരിതമാണ് എന്ന് ഒരിക്കൽ അത് മാത്രമല്ല, ഞങ്ങൾ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ അവിടെ പോയിട്ട് അവസാനം ചില ആൾക്കാർ അടിയും കൊടുത്താണ് പറഞ്ഞു വിട്ടുക, ഇവിടെ പറ്റൂല, നിങ്ങൾ തിരുവനന്തപുരം ജില്ലയാണ്, നിങ്ങളെ ജില്ലയിൽ പൊക്കോളാൻ. അത് കളക്ടർ തലത്തിൽ പോലും മന്ത്രി തലത്തിൽ പോലും ഇവിടെ തീരുമാനമായത് കേസാണ് ആ ഒരു വിഷയത്തിൽ. ഇത് അങ്ങനെ കൊല്ലത്ത് പറഞ്ഞു വിട്ടാൽ ഇതിങ്ങനെ തന്നെ ഇട്ടിരിക്കാനാണോ ഇവരുടെ ഉദ്ദേശം? ഞാൻ ചോദിക്കട്ടെ, തലവേദനയ്ക്ക് തലവെട്ടി മാറ്റലാണോ? തലവേദനയ്ക്കുള്ള ടാബ്ലറ്റ് കഴിക്കലാണ്? ഇതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് 2 ദിവസം ഒന്ന് മഴ പെയ്തോട്ടെ, ഈ പ്രദേശം കിഴക്ക് പ്രദേശത്തുള്ളവരുടെ അവസ്ഥ അറിയാം. 8 പഞ്ചായത്ത് വെള്ളത്തിലാവും. 8 പഞ്ചായത്ത് വെള്ളത്തിലായ ഈ 8 പഞ്ചായത്തിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ആര് സമാധാനം പറയും? ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രിക്ക് തന്നെ കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ. നമ്മൾ 2 ആഴ്ച മുമ്പ് റോഡ് ഉപരോധിച്ചത് അപ്പോഴവർ പറഞ്ഞതെന്ന് പറയുന്നത് 2 ഡ്രെജർ വരുമെന്നാണ് പറഞ്ഞത്. തൃശ്ശൂരിൽ നിന്ന് 2 ഡ്രെജർ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ വന്നേക്കുന്ന ഒരു ചെറിയൊരു ഡ്രെജറാണ്. ഇതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇവിടെ കാണുന്നില്ല. കാരണം ഇങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ ഇത് പൊഴിപ്പം മൂടിയ സ്ഥിതിക്ക് നമ്മളിവിടെ വള്ളക്കാരും നാട്ടുകാരും മൊത്തത്തിൽ പട്ടിണിയിലാണ്. ജിബിൻ JB വിവരങ്ങളുമായിട്ട്. ജിബിൻ, ഇത് ഈ മുതലപ്പുഴയിൽ താമസിക്കുന്ന മനുഷ്യർ എത്രയോ കാലങ്ങളായി അനുഭവിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ അവരുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യങ്ങളാണ് അവിടെയുള്ളത്. ഇപ്പോൾ മണലടിഞ്ഞ് അവർക്ക് മത്സ്യബന്ധനത്തിനും പോകാൻ കഴിയില്ല. അതിലും ഉപരിയായി വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതി പോലും ഉണ്ടാകുമോ എന്ന ആശങ്ക. എന്താണ് അവിടെ അധികൃതർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ അവിടെ ചർച്ചയിലുണ്ടോ? ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടോ? ഇപ്പോൾ നേരത്തെ കേട്ടത് ജില്ല മാറി ചെല്ലുന്നതൊക്കെ വലിയ പ്രശ്നമാകുന്നു, അടി കൊടുത്ത് ആളുകളെ പറഞ്ഞു വിട്ടു എന്നൊക്കെയാണ്. ദിവിഷ്, അത് തന്നെയാണ് ഈ മുതലപ്പുഴയിലെ ജനങ്ങളുടെയും കാര്യമെന്ന് പറയുന്നത് വളരെ പരിതാരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഓരോ വർഷവും അവർ നേരിടേണ്ടി വരുന്നത് ഓരോ പ്രശ്നങ്ങളാണ്. കാലാവസ്ഥ വ്യതിയാനങ്ങളായാലും കടൽക്ഷോഭമായാലും ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലായി ഇവരുടെ ഈ മുതലപ്പുഴി നിവാസികളുടെ ഏക ഉപജീവന മാർഗ്ഗമെന്ന് പറയുന്നത് ഈ കടലിൽ പോയി മത്സ്യബന്ധനം ചെയ്യുന്നതാണ്. ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ കടലിൽ പോയി മത്സ്യബന്ധനം ചെയ്യും. ഇവരുടെ വീടുകളുടെ സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ ഇവർ ഈ തിരികെ കരയിൽ ഈ മത്സ്യവുമായി എത്തുമ്പോൾ അത് മറ്റ് വീടുകളിലേക്ക് കൊണ്ട് വിൽക്കാനും അല്ലെങ്കിൽ ഉണക്കമീൻ ഉണ്ടാക്കുന്ന അങ്ങനെ ഈ കടലുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ എല്ലാ ഉപജീവന മാർഗ്ഗമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി പൂർണ്ണമായി അവസാനിച്ച ഒരു അവസ്ഥയിലാണുള്ളത്. കാരണം ഈ പുഴിക്കരയിൽ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്, ഈ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളങ്ങൾ മറിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകുന്നു. ഏകദേശം 8 വർഷം കൊണ്ട് 70ഓളം പേർക്ക് ജീവൻ നഷ്ടമാകുന്നു. ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ കൊച്ചുകുട്ടികൾ പോലും ഇറങ്ങി കളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ആ പുഴിക്കര പൂർണ്ണമായി മണൽത്തിട്ടയായിരിക്കുകയാണ്. ഓരോ ദിവസവും മണൽ കരയിലേക്ക് ഈ പുഴയിലേക്ക് അടിച്ച് കയറിക്കൊണ്ട് കടലും കായലും തമ്മിലുള്ള ഒരു ബന്ധം തന്നെ അവിടെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ കൊല്ലത്തേക്ക് പോകൂ എന്നുള്ളതാണല്ലോ താൽക്കാലികമായിട്ടെങ്കിലും സർക്കാർ അവർക്ക് നൽകുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ അത് എത്ര കാലത്തേക്കാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട് അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് എല്ലാ ദിവസവും മറ്റൊരു ജില്ലയിൽ പോയി മത്സ്യബന്ധനം നടത്തി തിരികെ വരിക, അല്ലെങ്കിൽ ജീവിതം അവിടത്തേക്ക് പറിച്ചു നടക്കുക തുടങ്ങിയതൊന്നും സാധ്യമായ ഒന്നല്ല. അതൊരു പരിഹാരം എന്ന നിലയ്ക്ക് സർക്കാർ കാണുന്നത് എന്താണ്? മാധു, ഈ മുതലപ്പുഴയിലുള്ള മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഒരു നീക്കമാണ്. പക്ഷേ അത് ഇതുവരെയും ഒരു നിർദ്ദേശമായി നൽകിയിട്ടില്ല. എന്തായാലും ഇതൊരു നിർദ്ദേശമായി നൽകുകയാണെങ്കിൽ പോലും അത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. കാരണം കഴിഞ്ഞ വർഷം ഈ വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും ഇവരെ കളക്ടർ ഇടപെട്ടുകൊണ്ട് ഫിഷറീസ് വകുപ്പ് ഇടപെട്ടുകൊണ്ട് ചർച്ച നടത്തിയതിനു ശേഷം ഈ മത്സ്യത്തൊഴിലാളികളെ കൊല്ലം വാർഡി ഹാർബറിലേക്ക് ഉൾപ്പെടെ കൊണ്ടുവയ്ക്കുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ, കാരണം ഇവിടെ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ കൂടി അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ അവർക്ക് മത്സ്യബന്ധനത്തിനായി പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. എല്ലാവരും കൂടി ഒരു ഹാർബറിൽ നിന്ന് പോകുമ്പോൾ അവിടെ അതനുസരിച്ചുള്ള പ്രശ്നങ്ങളുണ്ടായി. തുടർന്ന് വാക്കേറ്റം ഉണ്ടാവുകയും ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അങ്ങനെയാണ് അവർ അന്ന് ഈ കൊല്ലവും വാടി ഹാർബറൊക്കെ ഉപേക്ഷിച്ച് തിരികെ മുതലപ്പുഴയിലേക്ക് വന്നതും ഈ കടലുമായി മല്ലിട്ട് അവിടെയുള്ള ശക്തമായ തിരകളെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും മത്സ്യബന്ധനത്തിനായി പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരു കൊല്ലത്തേക്ക് ഇല്ല തങ്ങൾ എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും സർക്കാർ ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം
ചർച്ചകളൊക്കെ നടക്കുകയാണ്. കാരണം ഫിഷറീസ് വകുപ്പ്, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഇവരെല്ലാം കൂടി ചേർന്ന് ഒരു ചർച്ച നടത്തിയതിനു ശേഷം ഇപ്പോൾ വൈകുന്നേരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് മത്സ്യത്തൊഴിലാളികളുടെ ഒരു സംയുക്ത യോഗം കൂടി ഇവിടെ മുതലപ്പുഴയിൽ ചേരുന്നുണ്ട്. അത് വിവിധ പാർട്ടികളുടെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേരുന്നത്. CITU, INTUC, സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ, അങ്ങനെ വിവിധ സംഘടനകൾ ചേർന്നുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുതലപ്പുഴയിൽ ഒരു ചർച്ച നടത്തുന്നത്. ഈ ചർച്ചയിലായിരിക്കും അവർ ഇനി മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും അവർ മറ്റ് തീരങ്ങളിലേക്ക് പോകാൻ തയ്യാറല്ല. എങ്ങനെയെങ്കിലും തങ്ങളുടെ നാട്ടിൽ ഈ മുതലപ്പുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽത്തിട്ട എങ്ങനെയെങ്കിലും അവിടെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുൻപ് വിവരങ്ങൾ നൽകിയത് രാക്ഷസ തിരകൾ അല്ലേ, അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് മുതലപ്പുഴയിൽ. നോക്കി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരുടെ ജീവൻ എടുത്തു പോകുന്ന തിരകളെ കുറിച്ചായിരുന്നു അവർക്ക് ഇത്രയും കാലം പരാതിയെങ്കിൽ അത് അങ്ങനെ തന്നെ ഇല്ലാതായി ഈ പോയിരിക്കുകയാണ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ജനപ്രതിനിധികളും മന്ത്രിമാരൊക്കെ പലവട്ടം അവിടെ പോയതാണ്. വലിയ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചൊക്കെ ചർച്ചകൾ നടന്നതാണ്. പക്ഷേ അത് പ്രയോഗത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല എന്നതാണ് വീണ്ടും ഇങ്ങനെയൊരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നത്.